സ്നേഹമുള്ളവരെ, നമുക്കെല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഈ ആരാധനയിൽ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് മുൻപിൽ നമ്മളായിരിക്കുമ്പോൾ ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: നീ മുന്നേറുക, ദൈവമല്ലേ നിന്നെ നയിക്കുന്നത് എന്ന് ദൈവം പറയുകയാണ്. നീ മുന്നേറുക, ദൈവമല്ലേ നിന്നെ നയിക്കുന്നത് എന്ന്. ഇന്ന് ദേവാലയത്തിലായിരിക്കുമ്പോൾ, പല പ്രതിസന്ധിയുടെ നടുവിൽ നമ്മളായിരിക്കുമ്പോൾ, വേദനയും പാപങ്ങളും നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും സഹനങ്ങളുമൊക്കെ ഇങ്ങനെ ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ നമ്മളെ ധൈര്യപ്പെടുത്തി നടത്തുവാനുള്ള ഒരു വചനമാണ് ദൈവം നമ്മളോട് പറയുന്നത്: മുന്നേറുക, ദൈവമല്ലേ നിന്നെ നയിക്കുന്നത് എന്നുള്ളത്. 73-ാം സങ്കീർത്തനം 26-ാം വാക്യത്തിൽ നമ്മൾ പ്രകാരം വായിക്കുന്നുണ്ട്: എൻ്റെ ശരീരം ക്ഷീണിച്ചു പോകുന്നുണ്ട്, ദൈവമാണ് എൻ്റെ ബലം എന്നുള്ളത്. എൻ്റെ ശരീരം ക്ഷീണിച്ചു പോകുമ്പോൾ, എൻ്റെ ശരീരം വേദന അനുഭവിക്കുമ്പോൾ ദൈവം ബലമായി വരട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് പോകുന്നത്. ഈ ദിവ്യകാരുണ്യത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം: ദൈവമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ, മുന്നോട്ട് പോകുവാനായിട്ടുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണമേ. ഈ ദേവാലയത്തിലായിരിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു: അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവെ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. അങ്ങയുടെ വലിയ ദാനങ്ങളും വരങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ ഞങ്ങൾ വായിക്കുന്നുണ്ട്: ബലഹീനതയിൽ ആത്മാവ് ഞങ്ങളെ സഹായിക്കുന്നു, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ആത്മാവ് നിങ്ങളെ പഠിപ്പിക്കും എന്നുള്ളത് അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ഒരു പെന്തക്കോസ്ത അനുഭവം അപ്പോസ്തലന്മാരുടെയും അവിടെ കൂടിയിരിക്കുന്ന മനുഷ്യരുടെയും ഇടയിലേക്ക് ആത്മാവ് തീനാളത്തിന്റെ രൂപത്തിൽ എഴുന്നള്ളി വരുന്നു. അവർ വിവിധ ഭാഷകൾ സംസാരിക്കുന്നു, തങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കുന്നു. അനുതാപത്തോടെ പത്രോസിനോട് അവർ ചോദിക്കുന്നുണ്ട്: സഹോദരരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അനുതപിക്കുക, ജ്ഞാനസ്നാനപ്പെടുക, ക്രിസ്തുവിൽ ജ്ഞാനസ്നാനപ്പെടുക എന്നുള്ളത്. ഇന്ന് ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ദൈവം എന്നോട് പറയുന്നതും ഇത് തന്നെയാണ്: അനുതപിക്കുക, തെറ്റുകൾ ഏറ്റുപറയുക. ദൈവസന്നിധിയിൽ അനുതാപത്തോടുകൂടി നിന്നുകൊണ്ട് നമ്മുടെ കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കൊണ്ട് പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ മേൽ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മാവിന്റെ അഭിഷേകം ഉണ്ടാകുവാനായിട്ട്, പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപ ഞങ്ങളിലേക്ക് വരുവാനായിട്ട് ഈ ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഈശോയെ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ, ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അവിടുത്തെ ദാനങ്ങളും വരങ്ങളാൽ നിറയ്ക്കണമേ ദൈവമേ. അനുതാപം നൽകണമേ ദൈവമേ. ഈശോയെ ദൈവമേ, അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളാലും ഞങ്ങൾ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ, പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഈ രടികൾ ആലപിക്കുമ്പോൾ ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുവാനായിട്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ, അങ്ങയുടെ സ്നേഹത്താൽ നിറയ്ക്കണമേ. ഈശോയെ, നിന്നെ പോലെ സ്നേഹിക്കുവാനായിട്ട് ആരുമില്ല എന്നറിയുമ്പോൾ ആ ദൈവത്തിൻ്റെ വലിയ സ്നേഹം അനുഭവിക്കുവാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളൊരു ഗാനത്തിൻ്റെ ഈരടികൾ ആലപിക്കുമ്പോൾ ഒരുമിച്ച് നമ്മുടെ രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് എൻ സ്നേഹമേ, എൻ പ്രേമമേ, ഈ ദിവ്യകാരുണ്യത്തെ നോക്കിക്കൊണ്ട് നീ അല്ലാതെ ആരും എനിക്കില്ല ദൈവമേ, നിന്നെ പോലെ സ്നേഹിക്കുവാനായിട്ട് ആരുമില്ല ദൈവമേ. ഈ ദേവാലയത്തിൽ വരുന്നവന്റെ പ്രാർത്ഥനയാണ്. ഒരുമിച്ച് ആ ഇരടികള് നമുക്ക് ആലപിക്കാം.
കരങ്ങൾ വീശിക്കൊണ്ട് ഒരുമിച്ച് കരങ്ങൾ കൂട്ടിപ്പിടിച്ചതുകൊണ്ട് ദൈവവചനം ശ്രവിക്കുവാനായിട്ട് പോകുകയാണ്. ദൈവം ഈ വചനം വായിക്കുമ്പോൾ ഈ വചനം എന്നെ സ്പർശിക്കണമേ. ദൈവമേ, അങ്ങനെ വചനത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യം. സ്വർണം എങ്ങനെ മങ്ങിപ്പോയി, തങ്കത്തിനെങ്ങനെ മാറ്റം വന്നു, വിശുദ്ധ മന്ദിരത്തിന്റെ കല്ലുകൾ വഴിക്കേലുകൾ ചിതറിക്കിടക്കുന്നു. സ്വർണം എങ്ങനെ മങ്ങിപ്പോയി, തങ്കത്തിന് എങ്ങനെ മാറ്റം വന്നു എന്നുള്ളത്. വലതുകരം ഉയർത്തി ഒരുമിച്ച് യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഇരിക്കുക. നമ്മളിവിടെ വായിച്ചു കേട്ടത് വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യത്തില് ഇസ്രായേൽ ജനത്തിനോട് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്: സ്വർണം എങ്ങനെ മങ്ങിപ്പോയി, തങ്കത്തിന് എങ്ങനെ മാറ്റം വന്നു എന്നുള്ളത്. നമ്മളോട് ഓരോരുത്തരോടുമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സ്വർണം എങ്ങനെ മങ്ങിപ്പോയി? ദൈവം ഇന്ന് നമ്മളോട് ചോദിക്കുകയാണ്, എന്തുപറ്റി നിനക്ക്? നിന്നെ സൃഷ്ടിച്ചത് എങ്ങനെയാണ്? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടവരാ നമ്മള്, ദൈവത്തിന്റെ സാദൃശ്യമുള്ളവര്. സ്വർണത്തെക്കാളും തങ്കത്തെക്കാളും വിലയുള്ള മനുഷ്യരെയാണ് നമ്മള്. എന്തുപറ്റി നമുക്ക്? എങ്ങനെയാണ് നമ്മുടെ ജീവിതം മാറിയത്? ഈ സ്വർണം മങ്ങിപ്പോയത് എങ്ങനെയാണ്? ഈ തങ്കത്തിന് എങ്ങനെ മാറ്റം വന്നത് എങ്ങനെയാ? എന്താണ് ദൈവമേ? അത് പരിശോധിക്കുന്ന സ്ഥലമാണ് ഈ ദേവാലയം. നിന്നെ തന്നെ ആത്മശോധന ചെയ്യുന്ന സ്ഥലം. നീ എന്തായിരുന്നു? ഇപ്പൊ എങ്ങനെയാണ്? ഇനി എങ്ങനെയാണ് നീ മുന്നോട്ട് പോകേണ്ടത്? അതാണ് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് മനുഷ്യർ വീണ്ടും ഈ സ്വർണത്തെ പോലെ, ഈ തങ്കത്തെ പോലെ ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരായിട്ട് മാറിയത് എന്ന് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. 34-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്: അവനെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാകുകയില്ല എന്നുള്ളത്. ദൈവത്തെ നോക്കുക, അവനോട് ചേർന്ന് നിൽക്കുക, അവൻ നിന്നെ ശക്തിപ്പെടുത്തും. അവനോടുകൂടി നീ നയിക്കപ്പെടുമ്പോൾ, അവനോട് നീ ചേർന്ന് നടക്കുമ്പോഴാണ് പ്രിയ സഹോദരങ്ങളെ നമ്മളെ നമുക്ക് മനസ്സിലാകുന്നത്, നമ്മൾ എന്താണെന്ന് തിരിച്ചറിയുന്നത്. എന്താണ് നമ്മുടെ ആത്മാവിന്റെ അവസ്ഥ? എന്താണ് എൻ്റെ ജീവിതത്തിന്റെ അവസ്ഥ? എൻ്റെ ആത്മീയ ജീവിതം എങ്ങനെയാണ്? ഇതൊക്കെ മനസ്സിലാകുന്നത് അവനെ നോക്കുവാനായിട്ടുള്ള ഒരു ധൈര്യമുണ്ടാകുമ്പോഴാണ്, അവനോട് ചേർന്ന് നിൽക്കുമ്പോൾ. അപ്പോഴാണ് ഈ ദൈവത്തെ നമുക്ക് മനസ്സിലാകുന്നത്. ഈ ദൈവം ആരാണ്, അല്ലെങ്കിൽ ഈ ദൈവം എന്തിനു വേണ്ടിയാണ് ഈ അപ്പത്തിന്റെ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നത്? എന്തിനു വേണ്ടിയാണ് അവൻ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നത്? അവൻ കുരിശിൽ മരിച്ചത്, അവന്റെ രക്തത്തിന്റെ വില എന്തായിരുന്നു? എന്തിനു വേണ്ടിയാണ് അവൻ പാടുപീഡകൾ സഹിച്ചത്? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്: തന്റെ സ്വന്തം പുത്രനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്നുള്ളത്. ഇതാണ്, ഈ സ്നേഹമാണ്. ഈ സ്നേഹം നൽകിക്കൊണ്ട്, തന്റെ പുത്രന്റെ രക്തം നൽകിക്കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടവരാ നമ്മള്. അതാണ് നമ്മുടെ യോഗ്യത. ഈ ദൈവം നിന്നോട് ചോദിക്കുകയാണ്, നിനക്കെന്തു പറ്റി? എന്താണ് എന്നെയും നിന്നെയും, ദൈവത്തെയും നിന്നെയും തമ്മിലുള്ള അകറ്റുന്ന കാര്യങ്ങൾ എന്താണ്? നമ്മുടെ പാപങ്ങളാ. 19-ാം സങ്കീർത്തനം 11-ഉം 12-ഉം വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്: എന്നാൽ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കുവാനായിട്ട് ആർക്ക് കഴിയും? അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് ഈ ദാസനെ സഹായിക്കണമേ. ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് എന്നോട് കരുണയായിരിക്കണമേ.
ഈ ദേവാലയത്തിൽ നിൽക്കുമ്പോൾ, ദൈവത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയും ഇതാ, സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കുവാനായിട്ടുള്ള കൃപ എനിക്ക് നൽകണമേ. ഈ സ്വന്തം തെറ്റുകൾ മനസ്സിലാകുമ്പോൾ എനിക്ക് ഈ ദൈവത്തെ മനസ്സിലാകും. ഈ ദൈവത്തിന്റെ സ്നേഹം എന്താണെന്ന് തിരിച്ചറിയും. ഞാനൊരു പുതിയ മനുഷ്യനായിട്ട് മാറുന്നത്, ഒരു പുതിയ മനുഷ്യനായിട്ട് രൂപാന്തരപ്പെടുന്നത് എന്റെ തെറ്റുകൾ തിരുത്തി ഈ ദൈവത്തെ അറിയുമ്പോഴാണ്. അതാണ് ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തില് സക്കേവൂസ് എന്ന് പറയുന്ന മനുഷ്യന്റെ ജീവിതം നമ്മളോട് പറയുന്നത്. ഒറ്റ ആഗ്രഹം ഉണ്ടായത്, ഈശോ ആരെന്ന് കാണണം. കാണാനായിട്ട് അയാൾക്ക് പൊക്കം കുറവായിരുന്നു, കുറവുകൾ ഉണ്ടായിരുന്നു. ആ കുറവുകളെ അതിജീവിച്ച് അയാൾ ഈശോയെ കണ്ടപ്പോൾ, ഒരു സിക്കമൂർ മരത്തിൽ നിന്ന് ഈശോ ആരാണെന്ന് അയാൾ കണ്ടപ്പോൾ പിന്നീട് അങ്ങോട്ട് മാറുകയാ. സക്കേവൂസ്, ഇന്ന് നിന്റെ വീട്ടിൽ ഞാൻ വരുന്നു എന്ന് പറയുമ്പോൾ, കർത്താവെ തെറ്റിപ്പോയി വഞ്ചിച്ചെടുത്തത്, അല്ലെങ്കിൽ ഇത്രയും നാളും സമ്പാദിച്ചത്, ഇത്രയും നാൾ മുഴുവൻ ജീവിച്ചത്, ഇതെല്ലാം വേണ്ട എന്ന് വെക്കുകയാണ്. കർത്താവ് അവനോട് പറയുന്നത്, ഇന്നു മുതൽ നീ അനുഗ്രഹിക്കപ്പെട്ടവനായി എന്നുള്ളതാണ്. ദേവാലയത്തിൽ വരുമ്പോൾ ഇതിനു വേണ്ടിയാ ഞാൻ പ്രാർത്ഥിക്കേണ്ടത്. ഈ അനുഗ്രഹമാ ഈ ദേവാലയത്തിൽ നിന്ന് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. ഈ അനുഗ്രഹമാ നിന്നെ കാത്തിരിക്കുന്നത്. തെറ്റ് തിരിച്ചറിഞ്ഞ് അനുതാപത്തോടുകൂടി നിൽക്കുമ്പോൾ നിനക്ക് ലഭിക്കുന്ന ദൈവത്തിന്റെ അനുഗ്രഹം, അപ്പോഴാണ് നിന്നെ ഒരു പുതിയ മനുഷ്യനാക്കി രൂപാന്തരപ്പെടുത്തുന്നത്. അതാണ് അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. സാവൂളിന്റെ മാനസാന്തരം, ഒരു ദമാസ്കസ് അനുഭവത്തിലൂടെ കടന്നുപോയപ്പോൾ, നീ പീഡിപ്പിക്കുന്ന ഈശോയാണ് ഞാനെന്ന് പറഞ്ഞപ്പോൾ അയാൾ തിരിച്ചറിഞ്ഞു ഇതല്ല ജീവിതം എന്നത്. പിന്നീട് നമ്മൾ കാണുകയാണ്, സാവൂൾ എന്ന് പറയുന്ന മനുഷ്യന്റെ ജീവിതം മാറുന്നു, ജീവിതം മുഴുവൻ ക്രിസ്തുവാകുന്നു. ഫിലിപ്പിയാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യത്തിൽ പൗലോസ്ലീഹ നമ്മളോട് പറയുന്നുണ്ട്, ക്രിസ്തു എനിക്ക് ജീവിതവും മരണം എനിക്ക് നേട്ടവുമാണ് എന്നുള്ളത്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഈ മനുഷ്യൻ പറയുന്നുണ്ട്, ഞാനല്ല എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നത് എന്നുള്ളത്. ഫിലിപ്പിയാക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ക്രിസ്തുവിനെ പ്രതി ഞാൻ എല്ലാം ഉച്ഛിഷ്ടമായി കാണുന്നു എന്നുള്ളത്. ഇതാണ് ഒരു മനുഷ്യന്റെ മാറ്റം. ക്രിസ്തു വന്നപ്പോൾ, ഈ ദൈവാനുഭവത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അവന്റെ ജീവിതത്തിൽ വന്ന മാറ്റം. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഈ ഒരു മാറ്റം എത്ര നാളായി പള്ളിയിൽ പോകുവാൻ തുടങ്ങിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ആ പഴയ മനുഷ്യരായിട്ട് നമ്മൾ മാറുന്നുണ്ട്. നമുക്ക് ജ്ഞാനസ്നാനത്തിലൂടെ ലഭിച്ച, കൂദാശകളിലൂടെ ലഭിച്ച ആ ഒരു അനുഗ്രഹം, ഇതാണ് ദൈവം നമ്മളോട് ചോദിക്കുന്നത്. സ്വർണം എങ്ങനെ ഭംഗിപ്പോയി, തങ്കത്തിന് എങ്ങനെ മാറ്റം വന്നു? നമ്മളിന്ന് യാത്ര ചെയ്യുന്നുണ്ട്, പലതും ശരിയല്ല, അതിനെന്താ കുഴപ്പം? ഈ ലോകത്തിന്റെ ഭാഷയിൽ ഇന്നൊന്നിനും ഒരു കുഴപ്പമില്ല. എന്ത് ചെയ്താലും അതിനേക്ക് വാഴ്ത്തിപ്പാടുന്ന ഒരു സമൂഹത്തിലാണ്. തെറ്റ് ചെയ്താലും വീഴ്ചകൾ ഉണ്ടെങ്കിലും അതൊക്കെ ഇങ്ങനെ ഒരു സാരമില്ല എന്ന് പറയുന്ന ഒരു ലോകത്താ ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇതാണ്. സ്വന്തം തെറ്റ് തിരിച്ചറിയുവാനായിട്ടുള്ള ഒരു മനസ്സ് ഇന്ന് ഇല്ലാതായി പോകുന്നു. തിരുത്താനായിട്ടുള്ള ഒരു മനസ്സ്, സ്വയം ഒന്ന് തിരുത്തി, ആ തെറ്റുകൾ തിരുത്തി ഒന്ന് മുന്നോട്ട് പോകുവാനായിട്ടുള്ള കഴിവ് ഇന്ന് മാതാപിതാക്കളെ നമുക്കില്ല. അങ്ങനെ തിരുത്തി കൊടുക്കുവാനായിട്ട് ആളുകളില്ല. കാരണം തെറ്റിനെ ഇങ്ങനെ താലോലിച്ചുകൊണ്ട്, തെറ്റുകളെ ഇന്ന് ഇങ്ങനെ ലാളിച്ചുകൊണ്ട്, ഇങ്ങനെ ഇരുട്ടിലിരിക്കുവാനായിട്ടാണ് നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 19-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പ്രകാശം ഭൂമിയിലേക്ക്, ലോകത്തിലേക്ക് കടന്നു വരുന്നതും മനുഷ്യൻ സ്നേഹിച്ചത് അന്ധകാരത്തെയാ, കാരണം അവന്റെ പ്രവർത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു എന്നാണ് യോഹന്നാൻ ശ്ലീഹ പറയുന്നത്. പ്രകാശമുണ്ടായിട്ടും അന്ധകാരത്തെ തേടി പോകുന്ന മനുഷ്യര്, ഇതാണ് മാറേണ്ടത്. ഈ ആരാധനയിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും ഇത് തന്നെയാണ്. ഈശോയെ നിന്നെ നോക്കി യാത്ര ചെയ്യുവാനായിട്ടുള്ള ഒരു മനസ്സ്. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് 5-ാം അധ്യായത്തില്, നിങ്ങൾ ഭൂമിയുടെ പ്രകാശമാണ്, ലോകത്തിന്റെ പ്രകാശമാണ്. മലമുകളിൽ അത് കത്തിച്ചു വെക്കുമ്പോൾ അത് പ്രകാശിക്കും, മറ്റുള്ളവര് ഈ ഒരു പ്രകാശത്തിലേക്ക് നടന്നു നീങ്ങുവാനായിട്ട്. ഈ ഒരു അഭിഷേകത്തിന് വേണ്ടിയാണ്
നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഈശോയെ എന്നെ പ്രകാശിപ്പിക്കണമേ എന്നുള്ളത്, ഈശോയെ എന്നെ നവീകരിക്കണമേ എന്നുള്ളത്. ഈ ഒരു പ്രാർത്ഥനയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ദൈവമേ, ഞങ്ങളുടെ ജീവിതങ്ങളെ പ്രകാശപൂരിതമാക്കണമേ. ഒരു നല്ല കുമ്പസാരം നടത്തി തെറ്റുകൾ സ്വയം ഏറ്റുപറഞ്ഞ് ഒന്ന് തിരുത്തി സക്കേവൂസിനെ പോലെ, പൗലോസ്ലീഹയെ പോലെ, സമരിയാക്കാരി സ്ത്രീയെ പോലെ ദൈവമേ ഞങ്ങളുടെ ജീവിതങ്ങളെ മാറ്റണമേ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സമരിയാക്കാരി സ്ത്രീയെ കണ്ടുമുട്ടുന്ന ക്രിസ്തു. ഒരു കിണറ്റുകരയിൽ അവൻ കാത്തിരിക്കുകയാണ്. വെള്ളം കോരാൻ വന്ന അവളുടെ ജീവിതത്തിന്റെ മാറ്റം നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട്. അവളും മാറി, കൂടെയുള്ളവരും മാറ്റി. ഈശോയുടെ അടുക്കൽ വന്നപ്പോൾ, സ്വന്തം തെറ്റ് തിരിച്ചറിഞ്ഞപ്പോൾ, ഈ ഒരു കൃപയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഒരു നിമിഷം നമുക്കൊന്ന് എല്ലാവർക്കും എഴുന്നേറ്റുന്നത് കൊണ്ട് കരങ്ങളൊക്കെ ഒന്ന് കൂട്ടിപ്പിടിച്ചു നിൽക്കാം. ഈശോയെ കരങ്ങളൊക്കെ ഒന്ന് കൂട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ കണ്ണുകളൊക്കെ ഒന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കിക്കൊണ്ട്, എവിടെയാണ് എനിക്ക് തെറ്റിപ്പോയത്? എൻ്റെ തെറ്റുകളെ എനിക്ക് മനസ്സിലാക്കി നൽകണമേ. സക്കേവൂസ് തിരിച്ചറിഞ്ഞപ്പോൾ, സ്വന്തം തെറ്റുകളെ തിരിച്ചറിഞ്ഞപ്പോൾ, 19-ാം സങ്കീർത്തനം നമ്മളോട് പറയുന്നത് പോലെ, 11-12 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് പോലെ, എന്നാൽ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കുവാനായിട്ട് ആർക്ക് കഴിയും? അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് ഈ ദാസനെ സഹായിക്കണമേ. ഈശോയെ, നിന്റെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന തെറ്റുകൾ തിരുത്തുവാനായിട്ടുള്ള ഒരു മനസ്സെനിക്ക് നൽകണമേ. നിന്റെ സ്നേഹം അനുഭവിക്കുവാനായിട്ടുള്ള എനിക്ക് കൃപ നൽകണമേ. ഒരിക്കൽ കൂടി നമ്മൾ ആ ഈരടികൾ ആലപിക്കുകയാണ്. അങ്ങെപ്പോലെ നിന്നെപ്പോലെ സ്നേഹിക്കുവാനായിട്ട് ആരുമില്ല. ഈ സ്നേഹം എനിക്ക് ഈ ദേവാലയത്തിൽ നിൽക്കുമ്പോൾ അനുഭവിക്കുവാനായിട്ട് കഴിയട്ടെ. ഈശോയെ, സ്നേഹമേ, എൻ്റെ ജീവനെ എന്നെ സഹായിക്കണമേ. എൻ്റെ തെറ്റുകൾ തിരുത്തുവാനായിട്ട് മനസ്സ് എനിക്ക് നൽകണമേ. തിരുത്തി മുന്നേറുവാനായിട്ടുള്ള അനുഗ്രഹം നൽകണമേ. ഒരു നോമ്പ് കാലത്തിലേക്കൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവമേ, ഈ ഒരു തിരിച്ചറിവ് എന്നിലേക്ക് നൽകട്ടെ. ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആ ഈരടികൾ ഒരുമിച്ച് നമുക്ക് ആലപിക്കാം. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യത്തില് കർത്താവ് പ്രകാരം പറയുന്നുണ്ട്, നീ പോകുന്നിടത്തൊക്കെ നിന്റെ കൂടെ ഞാനുണ്ട് എന്നുള്ളത്. ഈ ദേവാലയത്തിൽ കടന്നു വന്ന മനുഷ്യരില് ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് ആരുമില്ല എന്നുള്ള തോന്നലിലുള്ള മനുഷ്യരോട് തമ്പുരാൻ പറയുന്നത് ഇതാണ്, ഞാൻ നിന്റെ കൂടെയുണ്ട് എന്നുള്ളത്. ദൈവം നൽകുന്ന ആ വാഗ്ദാനത്തിൽ വിശ്വസിക്കുവാനായിട്ട് നമുക്ക് മനസ്സുണ്ടാകട്ടെ. ദൈവത്തെ പോലെ സ്നേഹിക്കുവാനായിട്ട് ആരുമില്ല, ദൈവം മാത്രമാണ്. ആ സ്നേഹത്തിലേക്കാണ് ദൈവം നമ്മെ ക്ഷണിക്കുന്നത്. ദൈവമേ, ഒറ്റപ്പെടുമ്പോൾ, ആരും ഇല്ല എന്നുള്ളൊരു തോന്നലുണ്ടാകുമ്പോൾ, നീ ഉണ്ട് എന്ന് വിശ്വസിക്കുവാനായിട്ടുള്ള ഒരു മനസ്സെനിക്ക് നൽകണമേ. പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും വേദന ഉണ്ടാകുമ്പോഴും യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മളോട് തമ്പുരാൻ പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുമെന്നുള്ളത്. ഈ വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി
നമ്മുടെ രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ ഈരടികൾ ഒരിക്കലും കൂടി ആലപിക്കാം. കൂട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ എല്ലാ വേദനകളും ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ദൈവം നിന്റെ കൂടെയുണ്ട്, ദൈവം നിന്റെ കൂടെയുണ്ട്. 23-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ, മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും കർത്താവ് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്നുള്ളത്. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ ദൈവം കൂടെയുണ്ട് എന്നുള്ള വിശ്വാസത്തോടെ, അനുതാപത്തോടെ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ, ദൈവമേ, തെറ്റുകൾ ഏറ്റുപറയുവാനായിട്ടുള്ള മനസ്സ്, ഇനിയും കുമ്പസാരത്തിൽ ഏറ്റുപറയാത്ത പാപങ്ങൾ ഒരു തടസ്സമായിട്ട് നിൽക്കുമ്പോൾ, ദൈവമേ, തുറന്നു പറയുവാനായിട്ടുള്ള ഒരു മനസ്സ്. 51-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൽ ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്ത് നീക്കിക്കളയരുതേ എന്നുള്ളത്. ഈശോയെ, ഞങ്ങളെല്ലാവരുടെയും നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തോടുകൂടി നമുക്കെല്ലാവർക്കും മുട്ടിന്മേൽ നിന്നുകൊണ്ട് ഈശോയുടെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമങ്ങയുടെ പുത്രന്റെ പീഡാസഹനത്തിന്റെ സ്മാരകമായി വിസ്മയവഹമായി കുദാശ ഞങ്ങൾക്ക് നൽകിയല്ലോ.
അങ്ങയുടെ പരിത്രാണത്തിന്റെ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാർ അവിടുത്തെ തിരുശരീരത്തിന്റെയും തിരുരക്തത്തിന്റെയും ദിവരഹസ്യങ്ങൾ എന്നും വണങ്ങുവാൻ അനുഗ്രഹമരുളണമെന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നും അങ്ങേയ്ക്കാരാധന.